ഹായ് ഓൾ, ഐ എം ആദിത്യ കൃഷ്ണ. ഞാൻ മുരുതല LP സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഞാൻ ഇന്നിവിടെ ഗണിത ലാബിലെ രണ്ടാം പ്രവർത്തനമായ സംഖ്യാചക്രമാണ് ചെയ്യുന്നത്. First, we have to draw a circle having 10 cm radius. വൃത്തം വരഞ്ഞു കഴിഞ്ഞു. ഇനി ഈ വൃത്തത്തിൽ ഈക്വൽ സ്പേസിൽ 4 ഡയമീറ്റേഴ്സ് വരയണം. ഇപ്പോൾ വൃത്തവും 4 ഡയമീറ്റേഴ്സുമായി. നെക്സ്റ്റ്, we have to draw 2 cm radius circles. ഈ വൃത്തത്തിൽ ഓരോ ഡയമീറ്റേഴ്സ് ജോയിൻ ചെയ്യുന്ന സ്ഥലത്ത് 2 cm റേഡിയസ് ഉള്ള വൃത്തങ്ങൾ വരയുക. അങ്ങനെ 8 വൃത്തങ്ങൾ വരയണം. ഇനി വലിയ വൃത്തത്തിൻ്റെ നടുവിൽ 2 cm റേഡിയസ് ഉള്ളൊരു വൃത്തവും കൂടി വരയണം. സോ ഇൻ ടോട്ടൽ 9 small circles. സംഖ്യാചക്രം വരച്ചു കഴിഞ്ഞു. സോ നൗ വി ഹാവ് ടു ക്രിയേറ്റ് നമ്പർ ടോക്കൺസ്. സോ വി നീഡ് 9 നമ്പർ ടോക്കൺസ്, 1 മുതൽ 9 വരെ. I am using a chart paper to create the tokens. Now I am numbering the tokens from 1 to 9. So chart and tokens are ready. ഇനി നമുക്ക് സംഖ്യാചക്രം അറേഞ്ച് ചെയ്യാം. See here there are 4 diameters. 1, 2, 3 and 4. ഇതിലെ ഡയമീറ്ററിൽ 3 സംഖ്യ വീതമുണ്ട്. ഇതിൽ ഏത് ഡയമീറ്ററിലെ 3 സംഖ്യകളും കൂട്ടിയാലും the answer should be the same. This is the criteria. 1 മുതൽ 9 വരെയുള്ള സംഖ്യകളിൽ നടുവിലെ സംഖ്യ 5. സംഖ്യാചക്രത്തിൻ്റെ നടുവിൽ നമ്മൾ 5 തന്നെ വയ്ക്കുന്നു. ആദ്യത്തെ സംഖ്യയായ 1 ഒരു വശത്തും ഏറ്റവും അവസാനത്തെ സംഖ്യയായ 9 മറുവശത്തും വയ്ക്കുന്നു. 1ൻ്റെ അടുത്ത സംഖ്യയായ 2 ഞാൻ ഇവിടെ വയ്ക്കുന്നു. 9ൻ്റെ മുന്നിലുള്ള സംഖ്യയായ 8 ഞാൻ എതിർദിശയിലും വയ്ക്കുന്നു. 2 + 1 3 ഞാൻ ഇവിടെ വയ്ക്കുന്നു. 8 - 1 7 ഞാൻ ഇവിടെ വയ്ക്കുന്നു. 3 + 1 4 ഞാൻ ഇവിടെ വയ്ക്കുന്നു. 7 - 1 6 ഞാൻ ഇവിടെ വയ്ക്കുന്നു. അപ്പോൾ നോക്കൂ, 8 + 5 + 2 = 15. 7 + 5 + 3 = 15. അപ്പോൾ ഏത് ഡയമീറ്ററിലെ സംഖ്യകൾ കൂട്ടിയാലും the answer will be same. 15 is the answer. ഇതുപോലെ there is another way. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യത്തെ സംഖ്യയായ 1 എടുത്ത് നടുവിൽ വയ്ക്കുക. അവസാനത്തെ സംഖ്യയായ 9 എടുത്ത് ഇവിടെയും വയ്ക്കാം. 1-ന് സംഖ്യയായ 2 എടുത്ത് ഇവിടെയും വയ്ക്കാം. 2 + 1 = 3 here. 9 - 1 = 8 here. 3 + 1 = 4 here. എതിർദിശയിൽ 8 - 1 = 7. 4 + 1 5 here. 7 - 1 6 is here. ഇപ്പോൾ ഈ ഡയമീറ്റർ നോക്കൂ. 5 + 1 + 6 = 12. 9 + 1 + 2 = 12. അതുപോലെ ഇതിലെ ഏത് ഡയമീറ്ററിലെ സംഖ്യകൾ കൂട്ടിയാലും the sum will be 12. ഇനി മറ്റൊരു മെത്തേഡ് കൂടി പറയാം. ഏറ്റവും അവസാനത്തെ സംഖ്യയായ 9 നടുവിൽ വയ്ക്കാം. ആദ്യ സംഖ്യയായ 1 നമുക്ക് ഇവിടെയും വയ്ക്കാം. 9ൻ്റെ മുന്നിലുള്ള സംഖ്യയായ 8 നമുക്ക് ഇവിടെയും വയ്ക്കാം. Then 1 + 1 = 2 here and 8 - 1 = 7 here. 2 + 1 = 3 here and 7 - 1 = 6 here.
3 plus 1 is equal to 4 here, and 6 minus 1 is equal to 5 here. അപ്പോൾ നോക്കൂ, 5 plus 9 plus 4 is equal to 18. 8 plus 9 plus 1 is equal to 18. 7 plus 9 plus 2 is equal to 18. അപ്പോൾ ഇതിൽ ഏത് ഡയമീറ്ററിലെ സംഖ്യകൾ കൂട്ടിയാലും the sum will be 18. സോ ഞാൻ ഫസിൽ നിർത്തുകയാണ്. എല്ലാവർക്കും താങ്ക്സ്.